നമസ്കാരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ പെരുമ്പാവൂർ സന്ദർശിച്ചു. പെരുമ്പാവൂരിലെ വ്യാപാര സമൂഹത്തെയും സ്കൂൾ കുട്ടികളെയും അതിഥി തൊഴിലാളികളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് തൂഫാൻ ജാഗരൺ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പെരുമ്പാവൂരുകാർ ആവേശത്തോടുകൂടിയാണ് ആഭ്യന്തരമന്ത്രിയെ വരവേറ്റത്. കാരണം കേരളത്തിലാണ് പെരുമ്പാവൂർ എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ പെരുമ്പാവൂർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൊണ്ട് അടിമുടി മാറിപ്പോയിരുന്നു. പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലം അതിഥി തൊഴിലാളികളുടെ അതിശക്തമായ കേന്ദ്രമായി മാറി. ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾ പെരുമ്പാവൂരിലേക്ക് എത്തുകയും താവളമടിക്കുകയും സംഘടിതരായി നിലയുറപ്പിക്കുകയും ചെയ്തതോടെ അവിടെ വലിയ തോതിൽ സംഘർഷങ്ങൾ രൂപപ്പെട്ടു. പെരുമ്പാവൂർ അതിഥി തൊഴിലാളികളുടെ കേന്ദ്രമായി മാറാൻ കാരണം അവിടെ മറ്റിടങ്ങളെക്കാൾ കൂടുതൽ ചെറുകിട വ്യവസായങ്ങളുള്ളതാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള റബ്ബർ തടികൾ എത്തുന്നതും സംസ്കരിക്കുന്നതുമൊക്കെ പെരുമ്പാവൂരാണ്. അതുപോലെ തന്നെ അരിമില്ലുകളടക്കം നിരവധി ചെറുകിട ഫാക്ടറികൾ അവിടെയുണ്ട്. ഇവിടെയൊക്കെ പണിയെടുക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അതിഥി തൊഴിലാളികൾ എത്തുന്നു. അവരോടൊപ്പം അവരുടെ ജീവിത പങ്കാളികളും എത്തുന്നു. ഇവർ പതിയെ പതിയെ സംഘടിതരാകുന്നു. ഇവരിൽ പലരും ഇവിടെ തന്നെ വിവാഹം കഴിച്ചു ജീവിക്കുന്നു. ഇവരുടെ ഇടയിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ക്രൈം വർദ്ധിക്കുന്നു. ധാരാളം ക്രിമിനലുകൾ ഇവർക്കൊപ്പം എത്തുന്നു. ബംഗ്ലാദേശികളായ ക്രിമിനലുകൾ പോലും ഈ സംഘത്തിൻ്റെ ഭാഗമാവുന്നു. അങ്ങനെ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം അവിടെ പ്രത്യേകം കടകൾ സ്ഥാപിക്കപ്പെടുന്നു. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ബംഗാളിലെ കലാകാരന്മാരും സിനിമാക്കാരും ഒക്കെ എത്തുന്ന പബ്ലിക് പരിപാടികൾ നടക്കുന്നു. ഇതിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിഥി തൊഴിലാളികളുടെ നിയന്ത്രണത്തിലേക്ക് പെരുമ്പാവൂർ മാറുന്നു. ഇതിൻ്റെ ഭാഗമായി പരസ്യമായി തന്നെ ലഹരി കച്ചവടം അവിടെ പതിവാകുന്നു. നിരോധിച്ചിരിക്കുന്ന ലഹരികൾ പരസ്യമായി വിൽക്കുന്ന ഇടങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കണ്ടു. സ്ത്രീകളെ അവിടെ സുലഭമായി ലഭിക്കും. 300-400 രൂപയ്ക്ക് യുവതികൾ അവരുടെ ശരീരം വിറ്റു തുടങ്ങി. ഏതുതരം ലഹരിയും അവിടെ എത്തുകയും ലഹരി പരസ്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് പതിവായി. ലഹരിക്ക് അടിമപ്പെട്ട് പലരും അകാല മരണം കൈവരിച്ചു. നാട്ടുകാർക്കോ പോലീസിനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കി. മറുനാടൻ്റെ ക്യാമറ ഒരിക്കൽ അവിടെ എത്തിയപ്പോൾ ഒരു അതിഥി തൊഴിലാളി പറഞ്ഞത് ഇവിടെ സ്ത്രീകൾ എവിടെയൊക്കെ ലഭ്യമാകുമെന്നാണ്. ഒരാൾ 5 ദിവസം യൂസിങ് ചെയ്തെങ്കിൽ പിന്നെ ഓരോ ദിവസം യൂസിങ് ചെയ്തേ ഇല്ലെങ്കിൽ ഭയങ്കര പനിയാവും, ബോഡി പെയിൻറ്റാവും, അവൻ്റെയൊക്കെ എങ്ങനെ ഫീലിങ്സ് ആവും, അവൻ്റെ ജീവനൊക്കെ പോവും, മരിച്ചു പോവും, അങ്ങനെയൊക്കെ ഫീലിങ്സ് ആവും. അത് എത്ര ഡേഞ്ചറസ് ഉണ്ട്. ഓരോ ദിവസം ഒരാൾ 5 ദിവസം യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഓരോ ദിവസം കിട്ടിയില്ല, അങ്ങനെയൊക്കെ ആരെ തന്നെ പേടിയാവില്ല. ഒരാൾക്ക് കുത്തി വയ്ക്കും, കട്ടിങ് വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അവന് പ്രാന്തായി പോവും. അങ്ങനെയൊക്കെ ആ സാധനം ഭയങ്കര ഡേഞ്ചറസ്. എവിടുന്നാണ് കിട്ടുന്നത്? എവിടത്തേക്ക് എടുത്തുകൊണ്ട് വന്ന ബംഗാൾ തന്നെ എടുത്തുകൊണ്ട് വരും, കൊൽക്കത്ത തന്നെ, ആസാം തന്നെ. ഭയങ്കര ഡേഞ്ചറസ് പൊടി. എവിടെ സെയിലാക്കുന്നുണ്ട്, അവിടെ സെയിലാക്കും. എല്ലാ ആൾക്കാർ സെയിലാക്കും. അവിടെ കുറേ ആൾക്കാരുണ്ട്. ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നാണോ സെയിൽ നടത്തുന്നത് ഇവിടെ? ബംഗാളി കൊണ്ടുവരും. അപ്പോൾ അതടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ലഹരിയാവും. പിന്നെ ഒരു കുപ്പി ഒറ്റ ഷോട്ടിൽ അടിച്ചേക്ക് ചത്തയാവും. അത്ര പവർഫുൾ ഉണ്ട്. അപ്പം തന്നെ ചത്തയാവും. ഇത്ര ആളെവിടെ മരിച്ചു പോയി അത് അടിച്ചിട്ട്. പിന്നെ ബോഡിയൊക്കെ പോവും. ബോഡിയൊക്കെ നിൽക്കത്തില്ല. ബിഗ് സൈസ് ആൾക്കാരും അത് അടിച്ചേക്ക് എങ്ങനെയൊക്കെ ആയി പോവും. ബോഡിയൊക്കെ പോവും. ഓരോ അടിച്ചാൽ തന്നെ പോവും. പിന്നെ ബോഡിയിൽ എങ്ങനെ ഡാമേജ് ആവും. ബോഡി സ്കിന്നൊക്കെ മാറിപ്പോവും, ബ്ലഡ് പോവും, എല്ലാം പോവും. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അവിടെ നോക്കൂ, ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്. ജീവൻ പോവും, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അവിടെ. നിങ്ങളെ പോവാകെ അവിടെ കാണാൻ പറ്റും. യൂസ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം. ഈച്ചിങ് ചെയ്തെന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവിടെ പകുതി ഈ പെരുമ്പാവൂരിൽ പകുതി 100% 80% ആൾക്കാർ ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ദൂർ തന്നെ വരും ഈ പെരുമ്പാവൂരിൽ. ഈ പെരുമ്പാവൂർ ഭയങ്കര ഫേമസ് ആയിപ്പോയി ഈ സാധനം കിട്ടുന്ന. ഈ തൃശ്ശൂർ, തിരുവനന്തപുരം, മൂന്നാർ അവിടുത്തെ ആൾക്കാർ വരും ഇവിടെ സാധനം മേടിക്കണം. ബംഗാളികളൊക്കെ ബംഗാളി, ആസാമി, ഈ മലയാളി ആൾക്കാർ ഇപ്പോൾ കുറേ മലയാളി ആയിപ്പോയി. കുറേ മലയാളി ഇവിടെ ഇപ്പോൾ യൂസിങ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഇഞ്ചക്ഷൻ അടിക്കണം. ഒരെണ്ണം ഒരു പേപ്പർ ഉണ്ടല്ലോ, സ്റ്റീൽ പേപ്പർ. ഒരു സ്റ്റീൽ പേപ്പറിൽ കുറച്ച് ഇട്ടിട്ട് താറാറിൽ ലൈറ്റർ അടിക്കണം. ഒരു പൈപ്പിൽ അങ്ങനെ വലിക്കണം, വിരി വലിക്കണം, ഇല്ലേ അങ്ങനെയൊക്കെ വലിക്കണം. അത് ഭയങ്കര ഡേഞ്ചറസ് ആ സാധനം. അങ്ങനെയൊക്കെ യൂസിങ് ചെയ്യണം. എങ്ങനെയൊക്കെ പറയാം, 2 ക്വാളിറ്റി തന്നെ അടിക്കാൻ പറ്റും. വില വ്യത്യാസമാണ്.
അത് ഇഞ്ചക്ഷൻ അടിച്ചെങ്കിൽ ഒരു സെക്കൻഡിൽ അത് പൂസാവും. അങ്ങനെയൊക്കെ അടിച്ചെങ്കിൽ അത് തീരുമ്പം പൂസാവും. അതാ ഇഞ്ചക്ഷൻ അടിച്ചെങ്കിൽ ഒരാൾ മാക്സിമം 2 വർഷം ജീവനുണ്ടാവും. 2 വർഷം കഴിഞ്ഞിട്ട് അത് ചത്തുപോകും ഗ്യാരണ്ടി ആയിട്ട്. പിന്നെ അതാ അങ്ങനെയൊക്കെ വലിച്ചെങ്കിൽ ഒരു 10-15 വർഷം പോവും. ഇഞ്ചക്ഷൻ അടിച്ചെങ്കിൽ 2 വർഷം നിൽക്കത്തില്ല, അതാ മരിച്ചു പോകും. 2 വർഷം എവിടെ പനി ഒരാഴ്ച 2 ആഴ്ച എങ്ങനെ പനിയെടുത്തിട്ട് പനി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരും, പൈസ ചിലവാക്കണോ, ഇവിടെ എല്ലാം കിട്ടും. ഏതാ വേണമെങ്കിൽ പെണ്ണ കിട്ടും. ഒരു 500 രൂപ 400 രൂപ 300 രൂപയ്ക്ക് തന്നെ ആ പെണ്ണ കിട്ടും. വരെയ്ക്ക് പെണ്ണ അതോ കിട്ടും. ഈ പെണ്ണുങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത്? എല്ലാം ആസാമി ഉണ്ട്, മലയാളം ഉണ്ട്, ബംഗാളി ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. മലയാളി ഉണ്ടെങ്കിൽ 1500, പിന്നെ ആസാമി ഉണ്ടെങ്കിൽ 1000 രൂപ, പിന്നെ കൊൽക്കത്ത ആൾക്കാരും ഉണ്ട് 400 രൂപയ്ക്ക് 300 രൂപയ്ക്ക്. അത് കുറേ വേഴ്സ് ഉണ്ട് ആൾക്കാർ. മലയാളിക്കാണ് ഡിമാൻഡ് കൂടുതൽ. മലയാളം അതിൻ്റെ ഡിമാൻഡ് കൂടുതൽ. എനിക്ക് പറയാൻ പേടിയില്ല, അതിനെ ഡയറക്റ്റായിട്ട് പറയും. ഈ അതിഥി തൊഴിലാളി വെറുതെ പറഞ്ഞതല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത്തരം ഒരുപാട് കാഴ്ചകൾ അവിടെയുണ്ട്. സ്ത്രീകൾ പരസ്യമായി ശരീര വിൽപ്പനയ്ക്ക് നിൽക്കുന്നത്, പരസ്യമായി ലഹരി വിൽക്കുന്നത് ഒക്കെ യൂട്യൂബർ ചിത്രീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഈ കോണിപ്പടികൾ അവിടെ ഉണ്ട്. അപ്പുറത്ത് നോട്ടിട്ട് ഒരു മിനിറ്റ് നിൽക്കണണ്ട, ഈ നിൽക്കണണ്ട, ഇത് ആളെ പിടിക്കുക, കസ്റ്റമറെ പിടിക്കാൻ നിൽക്കണയാ. അവിടെ നിങ്ങൾ വന്നേ, പെണ്ണ് വേണണ്ട, ഓടണണ്ട, ക്യാമറ ഓടിക്കളാണ്. അവിടെ നിങ്ങൾ വന്നേ, ഓടിക്കളഞ്ഞല്ലേ? എവിടെ ദേവന് എവിടെ? പോണു കണ്ടോ? പരസ്യമായി മദ്യപിക്കുകയും പരസ്യമായി ലഹരി വിൽക്കുകയും ചെയ്യുന്നത് അവിടെ പുത്തരിയേയല്ല. ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി സർക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേയില്ല. അവരെ തീറ്റിപ്പോറ്റുകയായിരുന്നു പിണറായിയുടെ കാലത്തെ പോലീസ്. പലപ്പോഴും പോലീസിന് ഭയമാണ് അവരെ നേരിടാൻ. അത്രമാത്രം സംഘടിതരാണ് അവർ. ഏതുതരം അക്രമവും അവർ നടത്തും. അത്തരം സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ മറ്റൊരു ലോകമായി മാറുന്നു. ലഹരിയും പെണ്ണുമൊക്കെ അവിടെ തെരുവിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു. അവിടേക്കാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. ഇതുവരെ എന്തുകൊണ്ടാണ് പെരുമ്പാവൂരിലേക്ക് ഇടപെടൽ നടത്താത്തതെന്ന് പലരും ചോദിച്ചിരുന്നു. വളരെ സംഘടിതമായ ഇടപെടലിലൂടെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. അത്ര സംഘടിതരാണ് അവിടെയുള്ള ലഹരി മാഫിയ. കൊല്ലാനും കൊല്ലപ്പെടാനും മടിയില്ലാത്ത വിധത്തിൽ അവർ വ്യാപിച്ചിരിക്കുന്നു. എന്തായാലും രമേശ് ചെന്നിത്തല അവിടെ സന്ദർശിച്ച് നാട്ടുകാരെ കയ്യിലെടുത്ത് പുതിയൊരു ക്യാമ്പയിന് പദ്ധതിയിടുന്നു. ഇനി വലിയ റെയ്ഡുകളും അറസ്റ്റുകളും ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. പെരുമ്പാവൂരിനെ ക്ലീൻ ചെയ്യും എന്ന് ആഭ്യന്തരമന്ത്രി ശപഥം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷ വർദ്ധിക്കും. കാരണം ഇത് സകല അതിരുകളും കടന്നിരുന്നു. ഇനിയെങ്കിലും പെരുമ്പാവൂരിനെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ കേരളത്തിലെ മറ്റിടങ്ങളിലേക്കും അത് വ്യാപിക്കുമെന്ന് തീർച്ചയായിരുന്നു. ഈ വലിയ ലക്ഷ്യത്തിന് മുൻകൈയെടുത്ത ധീരതയോടുകൂടി മുമ്പോട്ട് പോകുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യങ്ങൾ.